എല്ലാവർക്കും അറിയാം, ഇന്ന് മലയാള സിനിമയിൽ ഗ്യാരണ്ടി വെക്കാൻ പറ്റുന്ന എഴുത്തുകാരിൽ ഒരാളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഭിലാഷ് പിള്ള. ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ അഭിലാഷ് ചേട്ടൻ എന്ന് വിളിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി, ദ വെരി 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 ഫേമസ് റൈറ്റർ. ആൻഡ് നമുക്കറിയാം, ഒരു സിനിമയുടെ എല്ലാം തുടങ്ങുന്നത് ഒരു പക്ഷേ അതിൻ്റെ എഴുത്തിൽ നിന്ന് തന്നെയാണ്, അല്ലേ? അപ്പം ആ എഴുത്ത് അതിജീവനത്തിൻ്റെ ഭാവുകവുമായി കോർത്തിണക്കുന്ന ഒരു സൃഷ്ടാവാണ് അഭിലാഷ് പിള്ള. ഒരു സംവിധായകന്റെ മനസ്സിലേക്കുള്ള കഥയുടെ എല്ലാമായി ഒരു ദർശകന്റെ ഹൃദയത്തിലേക്കുള്ള വാതായനമായി അവർ അദ്ദേഹത്തിന്റെ കഥകളും സ്വപ്നങ്ങളും എല്ലാം ഒരുമിച്ച് യാഥാർത്ഥ്യമാക്കി തീർക്കുകയാണ് അഭിലാഷ് പിള്ള. തീർച്ചയായും അദ്ദേഹത്തിന്റെ കഥകളിലൂടെ ഇന്ന് അദ്ദേഹത്തിന് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നതിനോടൊപ്പം ഒരു സന്തോഷം കൂടി കൂടുകയാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഈ സന്തോഷത്തിൽ ഒരുപക്ഷെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും തീർച്ചയായും സ്വാഗതം ആശംസിക്കേണ്ടതും അദ്ദേഹം തന്നെയായിരിക്കും, അല്ലെ? അപ്പൊ നിറഞ്ഞൊരു കയ്യടിയോട് കൂടെ തന്നെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടെ തന്നെ സ്വാഗതം ചെയ്യാം അഭിലാഷ് പിള്ള. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ പറയിച്ചല്ല കേട്ടോ, ഞാൻ എഴുതിയല്ല. ആദ്യം തന്നെ സാധാരണ മറ്റ് സിനിമകളിലല്ല, ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇന്നൊരു ദിവസം എനിക്ക് തോന്നുന്നു അത്രയൊന്നും സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നില്ല. കാരണം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിൽ, അത് ഞാൻ വിളിച്ചവരിൽ എല്ലാവരും എത്തിയിട്ടുണ്ടെന്നതിനാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടുത്തെ കസേരകൾ പലതും തികഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും വലിയൊരു പ്രസംഗത്തിന് നിൽക്കുന്നില്ല. കാരണം ഞാൻ അതിന് 1 മണി കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ പ്രൊഡ്യൂസറിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം വന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഒപ്പം എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത്, എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും അത് സിനിമയാണെന്ന് പറയും. കാരണം അത്രയും ആഗ്രഹിച്ച്, അത്രയും വേണം, ഇതെനിക്ക് കിട്ടിയേ പറ്റുമെന്ന് ആഗ്രഹിച്ച് വന്നെത്തിയതാണ് ഈ ഒരു മേഖലയിൽ. അതിനുശേഷം ഒരുപാട് വർഷം അതിനുവേണ്ടി ശ്രമിച്ചു. പിന്നീട് സിനിമകൾ സംഭവിക്കുന്നു. അങ്ങനെ സിനിമകൾ സംഭവിച്ചപ്പോൾ സിനിമകളിലൂടെ എനിക്ക് കിട്ടിയ ധൈര്യം, കുറേയധികം സുഹൃത്തുക്കൾ, എൻ്റെ ഒരു കുടുംബം പോലെയുള്ള, ഞാൻ വിളിച്ചാൽ നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന കുറേ അധികം ആളുകൾ. അപ്പം എല്ലാവരും വന്നൊരു ധൈര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണം എന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു പണ്ട് ചെന്നൈയിൽ ഒരുമിച്ച് നടന്നപ്പോൾ വിഷ്ണു ശശികർ ഞാനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എടാ എന്തെങ്കിലും ഭാവിയിൽ നമ്മുടെ പേര് പ്രൊഡ്യൂസറായിട്ടൊക്കെ വരുമെന്ന്. ഇന്ന് വലിയ സന്തോഷം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാൻ പറ്റുന്നു. അതിൻ്റെ ഭാഗമായി ഒരു സിനിമ അതും ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കുറേ സിനിമകൾ തരാമെന്ന് ഇവിടെ പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാധയ്ക്കൊക്കെ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ അമ്മയും അച്ഛനോട് ഇരിപ്പുണ്ട്. കാരണം പണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറുമ്പോൾ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെയാണ് എത്തിയത്. പക്ഷെ ഇന്ന് ഇതുപോലൊരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത്രയൊക്കെ പറ്റൂ. പിന്നെ ഈ പറയുന്ന പോലെ ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പം എൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ ടെക്സസ് ഫിലിം ഫാക്ടറിയുടെ അംജിത്തൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ധൈര്യമായിട്ട് പ്ലാൻ ചെയ്യും, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ധൈര്യം തന്ന എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട കുറേയധികം ആളുകൾ. അപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മുന്നിലേക്ക് കുറേയധികം നല്ല സിനിമകൾ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായുള്ള ഈ ചടങ്ങിൽ ഞാൻ ക്ഷണിച്ചപ്പോൾ നിങ്ങളെല്ലാവരും വന്നത് ഒരുപാട് സന്തോഷം. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. അതുകൊണ്ട് ഞാൻ അടുത്ത പരിപാടികളിലേക്ക് കടക്കാം. പിന്നെ ഞാൻ സാധാരണ നമ്മളൊരു വേദിയിൽ പോകുമ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ഗസ്റ്റുകളിൽ നിന്ന് വിളിക്കണം. അപ്പം ഇന്ന് ഒരാഗ്രഹം ഞങ്ങളുടെ ടീം പറഞ്ഞിരുന്നു, ഇവിടെ വന്നതിൽ നിന്ന് ഇതിൽ ജോലി ചെയ്യാൻ പോകുന്ന റൈറ്ററുടെയും ഡയറക്ടറുടെയും ഒക്കെ അമ്മമാരുടെ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ട് വിളക്ക് കത്തിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി അത് ചെയ്യുന്നുണ്ട്. വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അഭിലാഷ് ചേട്ടാ, താങ്ക് യു വെരി മച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് എന്നിവിടെ യാഥാർത്ഥ്യമാവുന്നത്. അപ്പം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം കൂടി, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരും എന്നതിനൊരു തെളിവ് കൂടെയാണ് അഭിലാഷ് പിള്ള എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് നല്ലൊരു കൈയടി സമ്മാനിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരും പ്രാർത്ഥനകളും മംഗളങ്ങളും നേടുകയാണ്.
അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ അമ്മമാരാണ് നമ്മുടെ വേദിയിൽ വിളക്ക് തെളിയിക്കുന്നത്. നമുക്കറിയാം, ഒരു കുടുംബത്തിന്റെ വിളക്ക് എന്ന് പറയുന്നത് തീർച്ചയായും അമ്മ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ വിളക്ക് തെളിയിക്കുന്നത് അമ്മമാർ തന്നെയാണ്. ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഈ വേദിയിലേക്ക് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങിന് വേണ്ടി എല്ലാവിധ ബഹുമാനത്തോടും അതിനേക്കാൾ ഉപരി ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ പറഞ്ഞാൽ തീരുമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു കൈയടിയോട് കൂടെ തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാളത്തിന്റെ അഭിമാനമായ ഉർവശി ചേച്ചി. നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. For the lamp lighting ceremony, I would like to welcome ചേച്ചിയുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാവിധ ബഹുമാനത്തോടും കൂടി തന്നെ ക്ഷണിക്കുന്നു. മറ്റൊരു കാര്യം കൂടി, നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ അമ്മമാർ വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് കടന്നു വരാനുള്ള ഒരു വഴി എല്ലാവരും നൽകണമെന്നുള്ള കാര്യം കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു കയ്യടിയുടെ കുറവുണ്ടാവും. നല്ലൊരു കയ്യടി സമ്മാനിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഉർവശി ചേച്ചിയുടെ വേദിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാണ്. എനിക്കറിയാം, ഈ ഉർവശി ചേച്ചീനെ ആദ്യമേ സ്റ്റേജിലേക്ക് വിളിച്ചതിന്റെ വലിയ കാരണം പറയാം. ഞാനിന്നൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇവിടെ ഞാൻ സംസാരിക്കണമെങ്കിൽ അതിന് ധൈര്യം തന്ന ഒരാളാണ് ഉർവശി ചേച്ചി. അപ്പം ചേച്ചീനെ ഈ വേദിയിൽ എനിക്ക് വേണം സംസാരിക്കും. നമസ്കാരം. സത്യം പറഞ്ഞാൽ പ്രൊഡക്ഷൻ തുടങ്ങാൻ ഞാൻ ആരെയും ഉപദേശിക്കത്തില്ല കേട്ടോ. ഞാനും അങ്ങനെ ഒരു കടുക ഇപ്പം ചെയ്തേച്ചിരിക്കുക. മുമ്പ് കുറച്ചു മുമ്പ് തന്നെ ചെയ്തായിരുന്നു, പക്ഷെ വേറെ പണിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വീണ്ടും ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷെ അഭിലാഷ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. കാരണം മറ്റ് പ്രൊഡക്ഷനിൽ അഭിലാഷ് വർക്ക് ചെയ്യുന്ന പടമായിക്കോട്ടെ, വർക്ക് ചെയ്യാത്ത പടമായിക്കോട്ടെ, അതിൻ്റെയൊക്കെ സാങ്കേതിക കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു കൂടപ്പുറപ്പിനെ പോലെ സജീവമായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് അഭിലാഷ്. ഒരല്പം ആത്മാർത്ഥത ഉണ്ടെന്ന് നമ്മളൊന്ന് അഭിനയിച്ചാൽ മതി, കൂടെ ഒന്നോളൂ. അപ്പോൾ എനിക്ക് പക്ഷേ വളരെ പെട്ടെന്ന്, ഞാൻ അഭിലാഷിൻ്റെ ഒരു സിനിമയും വർക്ക് ചെയ്തില്ല. അതെനിക്ക് തോന്നും ഞങ്ങൾ തമ്മിൽ പെരുമാറുന്ന കണ്ടാൽ തോന്നുന്നു ഒരുപാട് വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ അഭിലാഷിൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് അഭിലാഷിനെ അറിയാമെന്ന് തോന്നുന്നു. ചില ആൾക്കാരങ്ങനെയാണ്, വളരെ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് സ്ഥാനം പിടിക്കും. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അവരെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സ്നേഹത്തിൻ്റെ അതിരുകൾക്ക് അപ്പുറത്തോട്ട് അവരെ നമുക്ക് പുറന്തള്ളാൻ പറ്റാത്ത അവസ്ഥയിലാവും. അങ്ങനെ ഒരു സഹോദരനാണ് എനിക്ക് അഭിലാഷ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ അഭിലാഷ് ഇപ്പം ഞാനൊരു കുറച്ച് ദിവസം ആയേ ഉള്ളൂ ഞാൻ അറിഞ്ഞിട്ട് അഭിലാഷ് പ്രൊഡക്ഷനിലുണ്ടെന്നുള്ളത്. അതിന് മുൻപ് ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു സിനിമ പ്ലാൻ ചെയ്ത്. ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരിമേരി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇപ്പം ഞാനും എൻ്റെ മകളും പങ്കെടുക്കുന്ന സിനിമയുടെ സംവിധായിക ആരതി. ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെ പടം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ട് നടിയാണ് ഞാൻ. അപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ഒരു 7ാമത്തെ 8ാമത്തെ ഒരു സിനിമ, 10 സിനിമയ്ക്കകത്ത് വെച്ചാണ് ആദ്യത്തെ ഫീമെയിൽ ഡയറക്ടർ നടി ശ്രീപ്രിയ. തമിഴിലെ വലിയ നടിയായിരുന്നു അവർ. പിന്നെ ശ്രീദേവി, ശ്രീപ്രിയ, രാധിക, അംബിക, സീമ, സരിത എന്നൊരു വലിയൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശ്രീപ്രിയയ്ക്ക് സംവിധാനം ചെയ്യാനും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനും ഒരാഗ്രഹം വന്നിട്ട് ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് ഫിലിം ഡയറക്റ്റ് ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിൽ ഹീറോ ആയിട്ട് നടൻ മോഹൻ. അന്നൊന്നും എനിക്കിതിപ്പം ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന അത്ഭുതമാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ അഭിനയിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ജലി മേനോൻ ആയിക്കോട്ടെ, തെലുങ്കിൽ നന്ദിനി റെഡ്ഡി ആയിക്കോട്ടെ, സുധാ കുമരത്തിൻ്റെ സ്റ്റാർട്ടിങ് സമയം മുതൽ, സുധയുടെ ഫസ്റ്റ് ഫിലിമും എനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം മോള് തീരെ കുഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ആ നായികയ്ക്ക് ഡബ് ചെയ്തു. അങ്ങനെ ഒരു സിനിമ, ദ്രോഹി എന്നും പറഞ്ഞൊരു സിനിമ. അത് കഴിഞ്ഞ് ശുരുവെ പോത്തു ചെയ്തു. കന്നഡത്തിൽ 1-2 ഫിലിം ഫീമെയിൽ ഡയറക്ടേഴ്സിന് ചെയ്തു. പിന്നെ ഇപ്പം റിലീസ് ആവാൻ പോകുന്ന ചില സിനിമകളുണ്ട്, അത് അങ്ങനെ 1-2 ഫീമെയിൽ ഡയറക്ടേഴ്സ് എങ്ങനെയോ വന്നു ഭവിക്കുക, നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും അങ്ങനെ വരികയാണ്. ഇപ്പോൾ ഒരു സിനിമ അരുണാചൽ പ്രദേശിൽ ഒരു സ്റ്റോറിയാന്ന് പറഞ്ഞു, ആരണ സാധ്യ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അങ്ങനെ ഒരു പേര് ആദ്യം കേൾക്കുക. ആ കുട്ടിയുടെ പേര് ആരണ സാധ്യ. അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നൊരു ഒരു സബ്ജക്റ്റ് പറഞ്ഞു. അരുണാചൽ പ്രദേശ് ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, നമ്മുടെ ഇട്ടാവട്ടത്ത് തെങ്ങ് പോകാൻ എനിക്കിഷ്ടമല്ല. അവിടെ വല്ല മലയിടിച്ചിലോ അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് വീടും എത്താനൊക്കത്തില്ല. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ മാറ്റുവാണെങ്കിൽ ഞാൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും ആരതി ഈ കഥ പറഞ്ഞപ്പോൾ, അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റാണ്,
പിന്നെ വിപിൻ നമ്മുടെ ഈ TV തന്നെയുള്ള പയ്യൻ എഴുതുന്നുണ്ട്. അപ്പോൾ ആരതിയുടെ മനസ്സിൽ ഒരു നല്ല സിനിമയുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം വന്നു. വളരെ സൈലൻ്റായിട്ടും അധികം ഒന്നും സംസാരിക്കാത്ത ആളാണ് ആരതി. അത് കഴിഞ്ഞ് തമിഴായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ തമിഴ്നാട് സിനിമ അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിന് അതിനിപ്പോൾ അതൊരു തട്ടിക്കൂട്ട് സിനിമയാക്കിയാൽ മാത്രം മതി എന്നല്ലാതെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ മലയാളം സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ അതിന് മുകേഷ് ചേട്ടൻ, ഇന്ദ്രചേട്ടൻ അല്ലെങ്കിൽ സിദ്ദിഖ് അങ്ങനെ ഇങ്ങനെ കുറേ പേര് പ്ലാൻ ചെയ്തു. അവർക്ക് പകരം അവരെക്കാൾ ഭംഗിയായിട്ട് അഭിനയിക്കാൻ എല്ലാ ഭാഷകളിലും ആൾക്കാരുണ്ടാവും. പക്ഷെ അവരോടുള്ള നമ്മുടെ ഒരു ആത്മബന്ധവും സ്നേഹവും ഒക്കെ ഇല്ലേ. മുകേഷ് ചേട്ടൻ കോമഡി എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ മുകേഷ് ചേട്ടൻ ചെയ്യുന്ന ആളോട് വേറോട് ഇതെങ്ങനെ ഇരിക്കും എന്ന് വന്ന് സ്റ്റക്കാവുകയാണ്. അങ്ങനെ സംസാരിച്ച് വീണ്ടും മുകേഷ് ചേട്ടനൊക്കെ തന്നെയാണ് വലിയൊരു കാരണം കേട്ടോ ഇവിടുത്തെ മലയാളം ആയതെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. അങ്ങനെയാണ് വീണ്ടും മലയാളം തന്നെ ചെയ്യാൻ ചേച്ചി. മലയാളം ബൈലിംഗ്വലായിട്ട് മലയാളവും തമിഴും കൂടെ നമുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നത് മോൾ അതിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഇത്തരം ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ബേസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരാളേ അല്ല കേട്ടോ ഞാൻ. എനിക്കിഷ്ടമുള്ള കുറച്ച് പേരുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കാൻ നല്ലാതെ ഇത്തരം ബഹളങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാകും. പക്ഷെ ഇന്നിപ്പോൾ ഇതൊക്കെ മസ്റ്റായിരിക്കുന്നു, വേറെ നിവർത്തിയില്ല. എല്ലാവരും അറിയണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിന്നത്തെ ടെൻഷൻ വെച്ചാൽ നമ്മുടെ വായിന്ന് വല്ല അബദ്ധങ്ങളും വല്ല വീഴുമോ, എന്ത് വെച്ചാണ് ട്രോളാൻ പോകുന്നത്, എന്താണ് തെണ്ട്, എന്താണോ ഇത് പോയിട്ട് പിടിയും കിട്ടത്തില്ല കേട്ടോ. പിന്നെ എന്നെ ഈ ചിമ്പേച്ചില്ലാത്ത രീതിയിൽ നമ്മളങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തുടങ്ങി തള്ളി അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് മോളെ ഇടണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം അല്ല കേട്ടോ. നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് എല്ലാം. അപ്പോൾ അതിൽ ഒരു റോള് കുഞ്ഞാറ്റ ചെയ്തുകൂടെ ചേച്ചി എന്നുള്ള അഭിലാഷ് ചോദിച്ചു. അത് നന്നായിരിക്കും ചേച്ചി, കുഞ്ഞാറ്റയ്ക്ക് അത് എന്താ ഒരു കുഴപ്പമൊന്നുമില്ല. അവൾ ഇൻഡിവിജ്വലായിട്ട് ഒരു നായികയായിട്ട് ഒരു സിനിമയിൽ അങ്ങനെ അഭിനയിക്കുമെന്നൊന്നുമില്ല. ഞങ്ങളെല്ലാവരും സിനിമയിലുള്ളവരാണ്. അതിനു മുൻപ് നാടകം, നൃത്തം, അപ്പോൾ കലാരംഗത്ത് തന്നെയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നതും. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് എൻ്റെ മോള് മാത്രം ഒരു സ്റ്റാർട്ടപ്പിലോട്ട് തന്നെ അങ്ങനെ വന്നിട്ട് അങ്ങനെയുള്ള സിനിമകൾ മാത്രം എന്നൊന്നുമില്ല. നല്ല പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമകളോട് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മൾ മാത്രം അഭിനയിക്കുന്ന സിനിമ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച് സീൻസ് ചെയ്ത സിനിമകൾക്കും അങ്ങനെ ആകാം. അങ്ങനെയാണ് മോൾ ഇതിലോട്ട് വരുന്നത്. അപ്പം നല്ല കാര്യം, സന്തോഷം. അപ്പോൾ എന്തായാലും ഇത് തുടങ്ങുന്നത് എന്തായാലും ഇനിയും കുറച്ച് മാസങ്ങൾ കൂടെ വേണ്ടി വരുമായിരിക്കും. കാരണം ഒരു ഓൺലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അഭിലാഷ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ഈ ക്യാരക്ടർ ഇന്ന മുകേഷേട്ടൻ ചെയ്യുന്ന പോലെ ഒരു റോള്, പിന്നെ സിദ്ദിഖ് ചെയ്യുന്ന പോലെ ഒരു റോള്, ഇവർ ചെയ്യുന്ന പോലെ പറഞ്ഞായതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് ഓരോരുത്തരുടെ ലെവലിലേക്ക് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉള്ള മൂവി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി നന്ദി. മോന വന്നോ? മോൻ്റെ പടത്തിൻ്റെ പൂജ മാറ്റി വെച്ചു. മോൻ്റെ അറിയത്തില്ല അരവത്തിൻ്റെ അതിയുടെ നമ്മുടെ ഡയറക്ടർ മോഹനൻ ഞാനെന്നെ ചോളം ചെയ്ത് പോയിട്ട് എൻ്റെ കൈ കാണിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചു. ഞാനിപ്പോഴും ശ്രദ്ധിച്ചു മോൻ്റെ പടത്തിൻ്റെ പൂജയുണ്ട് കേട്ടോ. അതും ഇതും കൂടെ ഒരുമിച്ച് ഇന്നലെ ഇന്നോട്ട് വെക്കാനിരുന്നതാ. പെട്ടെന്ന് അത് മാറ്റി ഒരാഴ്ചത്തേക്ക് അങ്ങോട്ട് മാറ്റി. അല്ല ഞാനിങ്ങനെ കറങ്ങി ഇങ്ങനെ നോക്കിയതോ മോൻ എൻ്റെ ഇടയ്ക്കൂടെ കണ്ടു അങ്ങനെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കാനും കുറേ പേരുണ്ട്. ഞാൻ പക്ഷേ അജയൻ, എൻ്റെ അനിയൻ അജയൻ, ബിബിൻ, അതിനൊക്കെ ഒത്തിരി പേരുണ്ട് കേട്ടോ. മേജറിനെ കുറിച്ച് രണ്ടു വാക്ക് ഇപ്പം പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുറ്റമല്ല കേട്ടോ. അയ്യോ നിങ്ങൾ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പിള്ളേരെ ഭയങ്കര ആൾക്കാരാട്ടോ നിങ്ങൾ. മേജറിനെ കുറിച്ച് ഭയങ്കര എന്തൊരു കുറ്റം പറയാൻ അതല്ല, നല്ല കാര്യം. എന്താ അറിയോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുന്നത് എവിടെയോ ഇങ്ങനെ ഹൃദയത്തിലൊരു സെന്റിമെന്റ്സും അങ്ങനെ ചിലരെ കുറിച്ച് നമുക്ക് തോന്നുമല്ലോ. മേജറിന്റെ അനിയൻ കണ്ണനെയും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മോളെ പ്രസവിച്ചപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചമാര് അവരെല്ലാവരും ഉണ്ട്. എൻ്റെ അപ്പച്ചയൊക്കെ എൻ്റെ മോളെ വളർത്തി നോക്കാൻ. പക്ഷെ അതിന് മുമ്പ് തന്നെ മോള് വയറ്റിലൊരു 6 മാസം ആയപ്പോൾ തന്നെ യാദൃശ്യമായിട്ട് ഞാൻ ഷൊർണൂർ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കണ്ണൻ അതിനകത്ത് വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ അന്ന് അവിടെ ഇല്ല. ഞാൻ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് ആഹാരം തരുന്നു, ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ 3 മാസം കുളിപ്പിക്കുന്നതിന് വരെയുള്ള എല്ലാ
ചികിത്സാ രീതികളും അതിനൊരു ആയുർവേദ ഡോക്ടറെ ഏർപ്പാട് ചെയ്തു. എനിക്ക് എൻ്റെ കൂടെ തന്നെ ഒരു സ്ത്രീയെ അയച്ചു. അവരാണ് എനിക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കഷായം ഒക്കെ തന്നിരുന്നതും ഒക്കെ. കുഞ്ഞിനെ പ്രസവിച്ച് 3-ാം മാസമായപ്പോൾ അവ പറഞ്ഞു മോളെ ഇനി പോരെ, തിരിച്ചു വന്നോട്ടെ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. എന്തായിരുന്നു എന്നോട് തോന്നി അവർക്ക് തോന്നിയ അടുപ്പവും സ്നേഹവും എനിക്ക് ഇന്നും മനസ്സിലാകത്തില്ല. എനിക്ക് കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഷൊർണൂർ ചെല്ലുമ്പോഴാണ് പറയുന്നത് അമ്മ ഇല്ല അവിടെ എന്നുള്ളവർ പറയുന്നത്. കണ്ണനെയും ഇവരെയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. ആ ഒരു ഓർമ്മ അറിയാൻ വഴിയില്ല. ചിലപ്പോൾ കേട്ടു ഉണ്ടോ, ഓർമ്മയുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഞാൻ ഒത്തിരി കാലത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എനിവേ ഇങ്ങനെ ഓരോരുത്തരെ കണ്ട് ഞാൻ ഓർമ്മ പങ്കുവെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. കുറേ പേരോട്ട് സംസാരിക്കാൻ. എല്ലാവരുടെയും പ്രോത്സാഹനം വേണം കേട്ടോ. എനിക്ക് മാത്രമല്ല, എൻ്റെ മോക്കും. ഓൾ ദി ബെസ്റ്റ്. അഭിലാഷിനും ആരതിക്കും എല്ലാവർക്കും, വിപിൻ, ഈ ടീമിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. നന്നാവട്ടെ, എല്ലാം കൊണ്ട് നന്നാവട്ടെ. ഈ പ്രൊഡക്ഷൻ ഹൗസ് നല്ല നല്ല സിനിമകൾ എടുക്കുന്ന നല്ലൊരു എന്താ പറയുക ഒരു പ്രസ്ഥാനമായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും പറഞ്ഞപ്പോൾ ചേച്ചി ഒരു കാര്യം പറഞ്ഞില്ല. ചേച്ചി ഞങ്ങളുടെ കൂടെ കോ പ്രൊഡക്ഷൻ ഉണ്ട്, അത് മാത്രം പറയുന്നത്. ഇപ്പൊ കേട്ടല്ലോ, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ പോരെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ഞാനും ഉണ്ട്, ഞാനും അതിൻ്റെ കൂടെ ഞാനും. അത്രയാണ്. താങ്ക് യു ഉർവശി ചേച്ചി, താങ്ക് യു വെരി മച്ച്. വേദിയിൽ തന്നെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ അഭിലാഷിനോട് പറയായിരുന്നു, ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും. കാര്യം 1 മണി കഴിഞ്ഞാൽ റേറ്റ് കൂടും. കൊടുത്തോളാം. അല്ല, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്ന് സംസാരിക്കാതെ പോകണം, ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചങ്ങനെ പോകും. എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ, ചില ഓർമ്മകൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളുമുള്ള സാഹചര്യം. മകളെ കണ്ടപ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഉർവശിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടം, ഞാനൊരു 35 കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി, മകൾക്ക് അറിഞ്ഞൂടായിരിക്കും, അതൊക്കെ പങ്കുവെക്കുകയാണ്. 1921 എന്ന് പറഞ്ഞൊരു സിനിമ ഷൊർണൂർ നിലമ്പൂരിൽ ഷൂട്ട് ചെയ്യുകയാണ്. മഞ്ചേരി നിലമ്പൂർ കാട്ടിനകത്താണ്. കാരവാൻ ഇല്ലാത്ത കാലം, എല്ലാവരും കൂടിയിരുന്ന് ഒരു കുടുംബത്തിലെ പോലെ, അംഗങ്ങളെ പോലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ചയിലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കുവാൻ കഴിഞ്ഞ തലമുറയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കൂടിയിരിക്കുകയാണ്. ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ്. സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഏത് എക്സ്പ്രഷൻ ഇടും, എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം ഒരു നടൻ. വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി. ആ സംഭവമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. രാത്രിയിൽ യാത്രയായിരുന്നു. അപ്പോൾ എനിക്കൊരു തലവേദനയൊക്കെ ഉണ്ട്. ഞാനൊരു കസേര ഇട്ടിട്ട് കുറച്ചൊന്ന് മാറി നിന്നപ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ്. അവിടെ ഇരിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അത്രയും ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. കാര്യം എല്ലാ ഭാഷകളിലും, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, പിന്നെ 1-2 ഭാഷകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹീറോയിന് വേണ്ടി. തുളു ഭാഷയിലൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അരുണാചൽ പ്രദേശ് വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അന്നും ഇതൊക്കെ തന്നെയാണ്. പല പല ഭാഷകളിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉർവശിയുടെ ഒരു സൗഹൃദം നാച്ചുറലി കിട്ടിയാൽ നമ്മുടെ സ്വന്തം ഫ്രണ്ടാണെന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും
1921 എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ്. ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പട, കാളവണ്ടിപ്പട, പിന്നെ മേക്കപ്പിന്റെ വണ്ടി, കോസ്റ്റ്യൂമിന്റെ വണ്ടി, പോലീസിന്റെ വണ്ടി, അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ്, പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി, പിന്നാണ് ആർട്ടിസ്റ്റുകളുടെ വണ്ടി. അപ്പൊ അങ്ങനെ ഒരു വലിയ പടമാണ്. എല്ലാവരോട് ഇരിക്കുന്നു. ഞാൻ മാറി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം 35 കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകും. അപ്പോൾ ഉർവശി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, അത് പറ്റത്തില്ല, മാറിയിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ വന്നിരിക്കണം. നമ്മൾ എനിക്ക് തലവേദന ഉണ്ട് ഉർവശി, പ്ലീസ് എന്നെ ഇന്ന് വിട്ടാൽ. അത് പറ്റത്തില്ല, മുകേഷ് ചേട്ടനൊക്കെ വന്ന് സംസാരിക്കും, അത് കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പല പല ഭാഷകളിലൊക്കെ അവരൊന്നും ആരും മിണ്ടാത്തില്ല, ഇവിടെ ആണ് എല്ലാവരും സംസാരിക്കുന്നത്. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് അവിടെ കൊണ്ടിരുത്തി. അപ്പോൾ ഉർവശി അവർ സംസാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് സംസാരിക്കാനാണ്, ഞാൻ ഇവിടെ ഇരുന്നോളാം, അത് പറ്റത്തില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നാ നമുക്കൊരു ചെറിയ ഒരു ഗെയിം. ഗെയിം കൊള്ളാം. ഉർവശി എന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉർവശിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? എന്താ എക്സ്പ്രഷൻസ് അവിടെ മുഴുവൻ. ഞാനോ മറ്റോ ഞാനായിരിക്കൂ, ഞാൻ തന്നെ. IV ശശി ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി, മമ്മൂട്ടി, രതീഷ്, പിന്നെ ക്യാമറമാനൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന ആള് ഉർവശിക്ക് അതിന്റെ ഒരു ഹുക്ക് അപ്പോഴാണ് മനസ്സിലായത്. ചോദ്യമൊന്നും പറ്റത്തില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരാണ്. ചെറിയ ഒരുപാട് പേരെ ഇഷ്ടമുണ്ട്. ഞാൻ പറയാം, അങ്ങനെ അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ടം കാണും. അപ്പോ ഈ നെഞ്ചിടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പലരുടെ അടുത്ത് നിന്ന്, അയ്യോ, ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചായ കൊടുക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. പിന്നെ നീ എന്റെ പേരെന്തായാലും പറയത്തില്ല. അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു റെമഡി പറഞ്ഞു, എഴുതി തന്നാൽ മതി. പറയാൻ നാണമാണെങ്കിൽ പറയണ്ട, എഴുതി തന്നാൽ മതി. അപ്പൊ ഉർവശിയുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ, വല്ല കാര്യമുണ്ടോ എനിക്ക് ഇയാളെ വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തി, അവിടെ ഇരുന്നതിനാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉർവശി എഴുതി തന്നു. ഞാൻ നോക്കിയിട്ട് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ IV ശശി പറഞ്ഞിട്ട്, നീ ആരാന്ന് വെച്ചാൽ പറ, കുറെ നേരമായില്ല, മനുഷ്യന് വേറെ ജോലിയുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഇത് നമ്മുടേതാണ് മനസ്സ്. ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം വലിയ, ഇപ്പൊ നമുക്ക് അറിഞ്ഞൂടാ. ഈ എലിസബത്ത് രാജ്ഞിയെ ചിലപ്പം രാജ്ഞിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രൈവറായി പറയാനുണ്ട്. അപ്പൊ ഡ്രൈവർമാരൊക്കെ ഇനി ഞാനോ മറ്റോ അത് ഗംഭീരമായ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് വരികയാണ്. അപ്പൊ എഴുതി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ VP നായർ, ഉർവശിയുടെ അച്ഛൻ തന്നെയാണ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. ഞാൻ പറഞ്ഞു, വളരെ ഉർവശി ഇപ്പൊ പറയണോ. ഉർവശിക്കാണ് പറയണമെന്നുള്ള ഏറ്റവും നിർബന്ധം. കാര്യം ഈ കൂട്ടത്തിനെ ഒറ്റ അടിക്ക് ഇല്ലാതാക്കാനുള്ള. അപ്പം മമ്മൂട്ടി പറഞ്ഞു, നീ പറ, എന്തായാലും ഇത്രയൊക്കെ ആയി, പറ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭക്ഷണമൊക്കെ വിളമ്പുന്ന ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന ജോസ് എന്ന് പറഞ്ഞതാണ്. ജോസ് ഒരു ചായപാത്രം വീഴുന്ന ജോസിന്റെ ഒരു ലുക്കുണ്ട്. ഇത്രയും കാലം എന്നിൽ നിന്നും മറച്ചു വെച്ച ഒരു വാക്ക് നേരത്തെ പറയാമായിരുന്നു. ചായയിലൊക്കെ ഞാൻ എന്ത് മധുരമിട്ട് തന്നെ. അപ്പം ഉർവശിയുടെ ഒരു സ്ക്രീമിങ്ങിന്റെ സൗണ്ടായി. ഉർവശിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറ്റത്തില്ല, സത്യം പറയണം. അപ്പൊ ഞാൻ ഒരു ഡ്രൈവറുണ്ട്, കുട്ടപ്പൻ, അവൻ വേറെന്തോ പണിക്കുന്നുണ്ട്. കാരണം അപ്പൊ ഞാൻ പറഞ്ഞു, ഡ്രൈവർ കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് കീറികളാ. ഡ്രൈവർ ഒരു ഹോണിന്റെ സൗണ്ട് കിട്ടി. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വീണതാണോ അതോ കൈ തട്ടിയതാണോ
എന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെക്കാട്ടി മോശപ്പെട്ട ഒരു സൗണ്ട് ഉർവശി സുന്ദരിയുടെ വായിൽ നിന്നും. കാര്യം ഉർവശിക്ക് അറിയാം ഇവരൊക്കെ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവ എല്ലാവരും പറഞ്ഞു എന്താണ് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് പറയാൻ ഉർവശിക്ക് ഇഷ്ടമല്ല, ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് അതൊരു സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ലം പലരും എന്നോട് പറഞ്ഞു. നീ പറഞ്ഞു ഞാനും മറ്റോ അല്ല. ശരി, എൻ്റെ ടൈലൻഡ് എന്ന് പറഞ്ഞ ഉർവശി പറഞ്ഞു അവിടെ പോയിരുന്നോ, തലവേദനയില്ലേ അവിടെ പോയിരുന്നു. ഞാൻ പറഞ്ഞല്ല വേറൊരു ഗെയിം ഉണ്ട്, ഈ ഒരു ഗെയിമും ഇല്ല. അവിടെ പോയിരുന്നു പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തിയ ഒരു ചെറിയ എത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടർ എന്ന നിലയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു. മകളെ ആരാന്നറിയാമോ? ഈ 3 തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്, എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. അഭിലാഷ് ആണ് ഇതിന്റെ പിന്നിൽ, അതിന്റെ ചരട് വലിക്കുന്ന ആള്. അഭിലാഷ് ഞാൻ സിനിമയിൽ വന്ന് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള അഭിലാഷായിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. വിഷ്ണുവിന്റെ അച്ഛൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മകൻ ഡോക്ടർ ശ്രാവൺ, അദ്ദേഹത്തിന് കുറെ നാളായിട്ട് അവൻ ഗൾഫിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാഗ്നറ്റാണ്. ആ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെങ്കിലും അവസാനം കലയിൽ വരാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്ന ചെറിയ റോളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും പുറം രാജ്യങ്ങളിലൊക്കെ വലിയ നിലയിൽ വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. അമേരിക്കയിലും ഈ ലണ്ടനിലും ഒക്കെ പോകുമ്പോൾ ചാൻസ് കിട്ടുമ്പോൾ മാറ്റി നിർത്തിയിട്ട് അവർ പറയും ഞാനങ്ങ് വരുക, ഞാൻ സിനിമയിലോട്ട് വരുക തിരിച്ച്. നമുക്ക് പറയണമെന്നുണ്ട്, ഇപ്പൊ വരരുത്, ഇവിടെ കൊള്ളാം, ഇത് ചിലപ്പോ ഇനി ഈ പ്രായത്തിൽ കിട്ടിയില്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുകയുള്ളു. ഓ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവന് പേടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചാളൂടെ ഒന്ന് പിടിച്ച് നല്ല കൂടെ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി, ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഡോക്ടർ ശ്രാവൺ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പോ ആരോടും പറയുന്നതൊക്കെ വളരെ വിഷമമല്ലേ. എൻ്റെ മകനൊരു റോള് എന്ന് പറയാനൊരു വിഷമം. കാര്യം ആ സ്കൂളല്ല നമ്മളുടെ. എങ്കിൽ പോലും ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഫലവത്താക്കിയത് അഭിലാഷും വിഷ്ണുവുമാണ്. അപ്പോൾ സുമതി വളവ് എന്ന സിനിമയിൽ നല്ല പ്രാധാന്യമുള്ള ഒരു റോളും കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ അഭിലാഷ് വളരെ ഊർജ്ജസ്വലനായ, ഇതേ കണക്കൊക്കെ ഞാൻ പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട് എൻ്റെ ഈ 45 കൊല്ലത്തിനകത്തുള്ള സിനിമാ ജീവിതത്തിൽ. ഊർജ്ജസ്വലത, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും എന്നുള്ള ഒരു ഇച്ഛാശക്തി ആ പ്രവൃത്തിയിലും മുഖത്തും ഒക്കെ ഉണ്ട്. അപ്പം അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ഒരു ടെക്സസ്, അതെ ആ കമ്പനിയുടെ പേര് ടെക്സസ്, വരുന്നതേ ഉള്ളൂ. അപ്പോ ഒന്ന് ആരതി നേരത്തെ ഡയറക്ട് ചെയ്ത പടം ഇപ്പോൾ പേര് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, അതിനകത്താണ് ഉർവശിയുള്ളത്. പണ്ട് 1921 സമയത്തുള്ള ഉർവശിയുള്ളത്. അപ്പോൾ അതും എല്ലാം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര്. അവസാനത്തെ 4 ദിവസം നമ്മുടെ എതിരാളിയാണ് കേട്ടോ. പക്ഷെ അവിടെയാണ് സിനിമയുടെയും കലയുടെയും ശക്തി. രാഷ്ട്രീയത്തിൽ പലരും അത്ഭുതപ്പെട്ടു. കാര്യം BJP ആയാലും കോൺഗ്രസ് ആയാലും കല എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര യൂണിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള യൂണിറ്റി രാഷ്ട്രീയത്തിൽ കുറവാണ്, കലയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വന്നപ്പം തന്നെ എൻ്റെ അടുത്ത് മേജർ പറഞ്ഞത് പൊളിറ്റിക്കലി നമ്മൾ എതിരാണ് കേട്ടോ, സിനിമയിൽ അതില്ല, കലയിൽ അതില്ല. അപ്പൊ അവിടെയൊക്കെ പോവാണ്. എല്ലാ ആശംസകളും നന്മകളും. പൈസ പോയി കേട്ടോ. ഈ എല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞാൻ ആനന്ദ് ശ്രീ ബാലാന
സിനിമ കണ്ടപ്പോൾ അതിൽ ഇമോഷണലി ടച്ച് ചെയ്ത കുറേ സീനുകളുണ്ടായിരുന്നു. അപ്പോൾ വിനയ സാറിൻ്റെ മകനാണ് ആ പടം സംവിധാനം ചെയ്തത്. വിനയ സാറുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ്. വിനയ സാറിനെ വിളിച്ചു. ഞാൻ ആദ്യം അഭിലാഷിൻ്റെ നമ്പർ ചോദിച്ചു. അങ്ങനെ അഭിലാഷിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഞാൻ എൻ്റെ സന്തോഷവും ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ഫീലിങ്സും ഷെയർ ചെയ്തു. പിന്നീടാണ് ഓർമ്മ വന്നത് അഭിലാഷിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം ഞാൻ കണ്ടില്ല. കാണാൻ എൻ്റെ സിനിമകളുടെ തിരക്കുകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാളികപ്പുറം. ഞാനത് ഒരു യാത്രയിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ട്രെയിനകത്തിരുന്ന് കാണുകയും അവസാനം കണ്ണു നിറഞ്ഞ് കൂടെ ഇരിക്കുന്ന ആൾക്കാർ കാണാതിരിക്കാൻ ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിലെത്തി ഉടനെ ഞാൻ അഭിലാഷിനെ വിളിച്ചു. എൻ്റെ അരവിന്ദിൻ്റെ അതിഥികളെക്കാളും കൂടുതൽ എന്നെ കരയിപ്പിച്ച സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലൊരു സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിലാഷിനെ പോയി കാണുകയായിരുന്നു. അപ്പം മറ്റൊരു സന്തോഷം അഭിലാഷിൻ്റെ കൂടെ ഞാൻ പരിചയപ്പെട്ട അസോസിയേറ്റ് ചെയ്യുന്ന ആരതിയും ബിബിനുമായിരുന്നു. അപ്പോൾ ഞാൻ പഴയ ഒരു പ്രീ ഡിഗ്രി കാലത്തേക്ക് ചെറിയൊരു ഓർമ്മയിലേക്ക് പോവുകയാണ്. കാരണം ഞാൻ പ്രീ ഡിഗ്രി 1ാം വർഷം പഠിക്കുമ്പോഴാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മലയിൽ കോളേജിൽ കൂത്തുറമ്പ് അവിടെയായിരുന്നു. പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷ ഹാളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ 2 കൂട്ടുകാർ എന്ന് പറഞ്ഞു ഒരു ഉഗ്ര തമിഴ് പടം തലശ്ശേരിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്, മുന്താനെ മുടിച്ചു, വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ പരീക്ഷ അടുത്ത വർഷം എഴുതാലോ. 1ാം വർഷം പ്രീ ഡിഗ്രി 2ാം വർഷം ആ പരീക്ഷ എഴുതാം. അപ്പോൾ പരീക്ഷ അവിടെ കയറുന്നതിന് മുമ്പേ ഞാൻ അവരുടെ തലശ്ശേരിയിൽ വന്ന ആ പടം കണ്ടു, മുന്താനെ മുടിച്ചു സിനിമ. അതിനുശേഷം എൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടിയ നായികയാണ് ഉർവശി ചേച്ചി. ഉർവശിയുടെ എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്. അന്നൊന്നും ചേച്ചിയുടെ കൂടെ ഏതെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടായില്ല. കാരണം നടക്കില്ല എന്ന് അന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അവിചാരിതമായി ഞാൻ സത്യനന്ദിക്കാരുടെ കൂടെ വർക്ക് ചെയ്യും. ചേച്ചിയുടെ കൂടെ കുറേ പടങ്ങളിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോഴും ചേച്ചിയെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം അന്ന് അങ്ങനെയായിരുന്നു നമ്മുടെ ചിന്ത. എങ്ങനെയെങ്കിലും സംവിധാനം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ടായി. അരവിന്ദിൻ്റെ അതിഥികളുടെ കഥ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ചേച്ചി മലയാള സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് രാജേഷ് ആരോനോട് ചോദിച്ചു, ഓരോ കഥാപാത്രത്തെ പറയുമ്പോൾ ഞാൻ ഉർവശി ചെയ്താൽ ഇത് ശരിയാവുമെന്ന് പറയുമ്പോൾ ഉർവശി ഇപ്പോൾ അഭിനയിക്കുന്നില്ലല്ലോ, അവൻ്റെ അഭിനയിക്കും, എന്തായാലും ആ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ വൺലൈൻ വിനീതിനെ കളിപ്പിക്കുമ്പോൾ വിനീത് മാമ ഉർവശി കിട്ടും, ഉർവശി അഭിനയിക്കുന്നില്ലല്ലോ. വിനീതിനോട് ഞാൻ പറഞ്ഞു എന്തായാലും അഭിനയിക്കും, നമുക്ക് ആ വിശ്വാസം മുന്നോട്ട് പോകാം. ആ വിശ്വാസം സാധിച്ചു. ആ പടം നന്നായി ഓടി. അപ്പോൾ എനിക്ക് ഞാൻ ആരതിയോട് ഞാൻ പറഞ്ഞതാണ്, അന്ന് നമ്മളങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് സാധിപ്പിക്കും. അപ്പോൾ ആരതിക്ക് ഡബിൾ ഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഉർവശി മാത്രമല്ല, ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റയും കൂടി ഈ പടത്തിൽ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം, ആരതിയും ബിബിനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ഭാഗ്യം ചെയ്തതാണ്. കാരണം അതിൻ്റെ പിറകിൽ അഭിലാഷ് എന്ന ഒരു വ്യക്തിയുണ്ട്. ഇപ്പോൾ അഭിലാഷിൻ്റെ സിനിമാ കുടുംബത്തിൽ മാത്രമല്ല, അഭിലാഷിൻ്റെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. അഭിലാഷിൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ചോറും കറിയൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. ഈ വേദിയിൽ ഇത് ഞാൻ ഈ അമ്മമാരുടെ വേദിയിൽ അമ്മമാർക്ക് പ്രാധാന്യമുള്ളൊരു വേദിയാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ എന്നിലെ തുടർച്ചയായുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അഭിലാഷിൻ്റെ കൂടെയും ഈ ടീമിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. അതിന് സർവേശ്വരനെ ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആദ്യത്തെ സിനിമയുടെ പ്രൊഡ്യൂസറാണ് മുകേഷ് ഏട്ടൻ. മുകേഷ് ഏട്ടൻ്റെ മകൻ ശ്രാവണിനെ ഞാൻ സുമതി വളരെ സെറ്റിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പം എന്നെപ്പോലെ തന്നെ വളരെ സാധുവായ ഒരു മനുഷ്യനാണ്, ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ ഒരു സുമതി വളരെ മുഴുവൻ സിനിമ കണ്ടതാണ്. ഞാൻ അഭിലാഷിൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രാവൺ ഇനി വരാൻ പോകുന്ന സിനിമയിലുള്ള ഒരു പ്രോമിസിങ് ആക്ടറാണെന്ന്. അതുകൂടാതെ എൻ്റെ ഡയറക്ടർ വിഷ്ണു ശശിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സത്യനന്ദിക്കാണ്ട് വെച്ച്. അങ്ങനെ ഒരുപാട് യാദൃശ്ചികമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. ഈ വേളയിൽ ഈ ഇതുപോലെ അവസരം തന്നതിന്
നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് 2 വാക്ക്. വളരെ സന്തോഷമുള്ള ദിവസം. ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അഭിലാഷിൻ്റെ കൂട്ടുകാരുടെയും സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇത് ഇന്ന് ഈ ഫംഗ്ഷനിൽ പങ്കെടുത്താൽ ഒരു ക്യാരക്ടറല്ല, ഒത്തിരി ക്യാരക്ടർ കിട്ടും. കാരണം ഒന്നിലധികം സിനിമകളുടെ തുടക്കമാണ്. അതുകൊണ്ട് മനസ്സിൽ കൂടുതൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി നേരുന്നു. താങ്ക് യു ഇന്ദ്രൻ ചേട്ടാ. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഐ റിക്വസ്റ്റ് അലൻ ഗോപി പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനമുള്ളൊരു ദിവസമാണ്. ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട്, അഭിലാഷ് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉടനെ തന്നെ തുടങ്ങുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം, അഭിലാഷിൻ്റെ ഈ ഒരു യാത്രയ്ക്ക്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അനുഗ്രഹത്തിന് പിന്നിലും അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അഭിലാഷിൻ്റെ ചേട്ടനായിരിക്കും. അഭിലാഷിൻ്റെ ചേട്ടൻ്റെ അനുഗ്രഹമാണ് അഭിലാഷിന് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ വരെ എത്തി നിൽക്കുന്ന തരത്തിലേക്ക്. അതിന് അഭിലാഷിൻ്റെ ആദ്യത്തെ സിനിമ കടാവറാണ്. കടാവറിലേക്ക് സ്വന്തം ജീവിതം കൊണ്ട് എത്തിച്ച് ചേർത്തിട്ടാണ് അഭിലാഷിൻ്റെ ചേട്ടൻ പോകുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ അഭിലാഷിൻ്റെ ചേട്ടൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെയും ചേരുന്നതാണ് ഈ പ്രൊഡക്ഷൻ കമ്പനി. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് പറ്റുമെന്ന് ഞാൻ ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കുകയാണ്. അഭിലാഷിൻ്റെ സിനിമകൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ പ്രിയപ്പെട്ട ഒരാളാണ് അഭിലാഷ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇന്നൊരു ഫാദേഴ്സ് ഡേ ആണ്. ആ ഫാദേഴ്സ് ഡേ അക്ഷരാർത്ഥത്തിൽ മദേഴ്സ് ഡേ ആക്കി മാറ്റിയ അഭിലാഷിനും അഭിലാഷിൻ്റെ ടീമിലെ എല്ലാവർക്കും ആശംസകൾ. ഒരുപാട് നന്മകളുണ്ടാവട്ടെ. ഒത്തിരി നല്ല സിനിമകൾ സംഭവിക്കട്ടെ. നന്ദി. താങ്ക് യു ശ്രീ അരുൺ ഗോപി. ഒരുപാട് സന്തോഷം. ആൻഡ് നമ്മളുടെ പ്രൊഡക്ഷൻ ലോഞ്ചിങ്ങിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിഥികളെല്ലാവരും താഴേക്ക് ഇറങ്ങുകയാണ്. മുകേഷ് ഏട്ടൻ താഴെ നിന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നു. തുടർന്ന് എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് കൂടി സ്നേഹം